ഹലോ നമസ്കാരം. ദേവാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2025 കലണ്ടറാണ്. ഇതുപോലെ ഞാൻ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ലേസർ പ്രിൻ്റായിട്ട് നമ്മുടെ കലണ്ടർ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തു. ഇതിനുള്ള വീഡിയോ ഞാൻ മുമ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ ആ ഒരു 12 പീസായിട്ട് ഓരോ മാസത്തെയും കലണ്ടർ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലൊരു ആദ്യം ഞാനൊരു സ്ക്വയർ ഷേപ്പിലെ കേക്ക് ബോർഡ് എടുത്തിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് ബോർഡിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് അത് ഹാങ് ചെയ്യുമ്പോൾ ശരിക്കും നിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കട്ടി കുറഞ്ഞ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു റെഡ് പേപ്പറിൽ കവർ ചെയ്തെടുത്തു. ഈ റെഡ് പേപ്പർ നമ്മൾ നോർമൽ A4 ഷീറ്റ് പോലെ തന്നെ പല കളറിലെ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ കളറിലെയും പേപ്പറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒരു റെഡ് കളർ പേപ്പർ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് അത് ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ ഗം തേച്ചിട്ട് ഫെവിക്കോൾ തേച്ച് നന്നായിട്ട് കവർ ചെയ്ത് എടുത്തു. നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ 12 പീസ്, ആ 12 പീസ് ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ താഴത്തെ ഭാഗത്ത് 6 ആഗിൻ്റെ സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ആഗ് സിസേഴ്സ് അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിസേഴ്സ് വെച്ചിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്താലും മതി. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയ ഒരു സിസേഴ്സായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് യൂസ് ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ, ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കട്ട് ചെയ്തതാണ്. ആ കലണ്ടറിൻ്റെ പീസിനെക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിൻ്റെ പീസ് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് ഈ ഒരു കലണ്ടറിൻ്റെ പീസ് ജനുവരി ഉള്ള പീസ് നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഡിസംബറാണ്. ഏതാണെന്നുണ്ടെങ്കിലും അത് ഇതിലേക്കൊന്ന് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെയ്യുന്നത് നമുക്കിത് ഇതിലേക്ക് ഹാങ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഞ്ചിങ് ആണ്. അപ്പോൾ നമ്മളിത് എവിടെ സെറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. കുറച്ച് ചാർട്ട് പേപ്പറിന് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ മനസ്സിലാവുണ്ടാവും. ഞാനത് ക്രിസ്മസിന് മുന്നേ ചെയ്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയതാണ്, സോറി. എന്നാലും അപ്ലോഡ് ചെയ്യാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണിത്. അപ്പോൾ ഞാനിതിൽ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് 2 ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചിങ് മെഷീന് ഞാൻ ഹോള് അത്ര താഴ്ത്തിയിടാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. പറ്റുന്ന പോലെ 2 ഹോളിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ വളയാണ്. ഇതൊരു കമ്പി ടൈപ്പ്, ഒരു മെറ്റൽ ടൈപ്പ് വളയായിരുന്നു. അപ്പോൾ അതിനൊരു സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം റിങ്ങിൻ്റെ റിങ് നമ്മുടെ സാധാരണ നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് റിങ്ങൊക്കെ ഉണ്ടല്ലോ, ആ റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് റിങ് അവൈലബിൾ അല്ല, എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു റിങ്. ഞാൻ വാങ്ങിയിട്ടില്ല, റിങ് ഇതുവരെ വാങ്ങി നോക്കിയിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഈ ഒരു വള വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ചെയ്ത് നോക്കി. ഞാൻ പെയിൻ്റൊന്നും അടിച്ചില്ല, ഇത് മാത്രം ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് വെച്ച് കൊടുത്തു. അതിൻ്റെ സൈഡിൽ എന്നിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. 2025 എഴുതുന്നുണ്ട്, കുറച്ചൊരു കേക്ക്, കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. സ്ക്രാപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പറായിരുന്നു ഇത്. നമുക്ക് വേണ്ട ഡിസൈൻസൊക്കെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം എല്ലാം ഒട്ടിച്ചു കൊടുത്തു. ശേഷം ഇതും ഒരു വളയാണ്, വൈറ്റ് കളറിലെ കുഞ്ഞിൻ്റെ ഒരു വളയാണ്. അപ്പോൾ ഈ വള കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് അതെടുത്തു, അത് ഒട്ടിച്ച് വെച്ചു.
നമുക്കിതുപോലെ എവിടെ വേണേലും ഹാങ് ചെയ്തിടാം. ആ ചാർട്ട് പേപ്പറിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഒന്ന് ചരിഞ്ഞ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. അല്ല നമ്മുടെ ബാക്കിൽ നമ്മൾ ആ ഒരു ഹാങ് ചെയ്യാനുള്ള ഒരു വള തൂക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ ടോപ്പ് കലണ്ടറായിട്ട് ചാരി വെച്ച് യൂസ് ചെയ്യാം. അതിൻ്റെ ബാക്കിലൊരു ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ ചാരിയിരിക്കുന്ന പോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.